ഇന്ന് നമ്മൾ റിലീസ് ചെയ്യുകയാണ്. നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വേദന അനുഭവിക്കുന്ന ക്യാൻസർ രോഗവുമായി ബന്ധപ്പെട്ട് കീമോ, റേഡിയേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകാൻ പലരും എന്നെ സമീപിക്കുന്നു. സാറേ, ഡോക്ടർ ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്, വണ്ടിക്കൂലി കാശില്ല. ഇത് ഞാൻ ഒരുപാട് കേട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പത്തനാപുരം ജീവനം ക്യാൻസർ സെന്ററിന്റെ സൊസൈറ്റിയുടെ നേതാവായിട്ടുള്ള സെക്രട്ടറി ആയിട്ടുള്ള ബിജു എന്നോട് പറഞ്ഞു, സാറേ പഴയ ഒരു ഉത്തരവുണ്ട്, ഒന്നും കിട്ടുന്നില്ല, സിറ്റി ബസ്സിനകത്ത് മെഡിക്കൽ കോളേജിൽ പോകാൻ വേണ്ടി ഒരു ഉത്തരവുണ്ട്. ഞാൻ ഈ ഉത്തരവ് വായിച്ചു. ഞാൻ പ്രമോദ് സംഘമായിട്ടിരുന്നു. ഇത് ഇവർക്ക് ഞാൻ കൊടുക്കുന്ന സമ്മാനമല്ല, ഇടതുപക്ഷ ജനാധിപത്യം കൊടുക്കുന്ന സമ്മാനമല്ല, നിങ്ങൾ KSRTC ജീവനക്കാർ നൽകുന്ന സമ്മാനമാണെന്ന് ഓർത്തുകൊണ്ടിരിക്കുക. ഇനി കൊടുക്കുന്ന കാർഡ് ഒരു രോഗി എന്ന പേര് അതിനകത്തില്ല എവിടെയും. അതിൽ പറയുന്നത് ഹാപ്പി ലോങ് ലൈഫ്. ഞാനിത് പറഞ്ഞ് നിയമസഭയിൽ പ്രഖ്യാപിച്ചിട്ട് ഓഫീസിൽ വന്ന് അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വീട്ടിൽ ചെന്നിങ്ങനെ അവിടെ ആലോചിച്ചുകൊണ്ടിരിക്കും. പെട്ടെന്ന് എന്റെ മനസ്സിൽ തോന്നി, ഇതിന് ഒരു രോഗി എന്ന തോന്നൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഈ രോഗത്തിൽ നിന്ന് മോചനം നേടുക എന്നുള്ളതാണ് നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നത്. സാധാരണക്കാരെ സംബന്ധിച്ച് ഒരാൾ ക്യാൻസർ രോഗിയായി മാറി എന്ന് പറയുന്നത് എത്ര വലിയ പണക്കാരനാണെങ്കിലും പാവപ്പെട്ടവരാണെങ്കിലും ആദ്യം മാനസികമായി ആ കുടുംബം തളരും. മാനസികമായി ആ വിവരം അറിയുന്ന ദിവസം മാനസികമായ വ്യക്തി മാത്രമല്ല, ആ കുടുംബവും ബന്ധുക്കളും അച്ഛനമ്മമാരും ഭാര്യയും മക്കളും എല്ലാം തകർന്ന് താഴ്ത്തിപ്പണമാണ്. പക്ഷെ ജീവൻ രക്ഷപ്പെടും ചികിത്സിച്ച് കഴിയുമ്പോൾ. പക്ഷേ അതല്ല നമ്മുടെ മനസ്സിലുള്ള ധാരണ. പോയി, എല്ലാം പോയി എന്നാണ്. അത് കഴിഞ്ഞ് നമ്മൾ ചികിത്സിക്കും, നമ്മളതിൽ രക്ഷപ്പെടും, അതിന് ചികിത്സയുണ്ട്, രക്ഷപ്പെടും ഒക്കെ ഉണ്ട്. പക്ഷേ അതിന്റെ ചികിത്സയ്ക്ക് വേണ്ടി ചെലവാകുന്ന പണം വെച്ച് നോക്കിയാൽ സാമ്പത്തികമായ കുടുംബം പാടിയെ തകർന്നിരിക്കും. താമസിക്കുന്ന വീട് വരെ വിൽക്കേണ്ടി വന്ന ഒരുപാട് പേര് ഇരിക്കുന്നു. ചെറിയ കൂട്ടിൽ 2 സെന്റിൽ നിൽക്കുന്ന ചെറിയ വീടാണ്, അതുവരെ വിൽക്കേണ്ട ഗതികേട് വന്നിട്ടുള്ളത്. സമ്പത്തുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്, സമ്പത്തില്ലാത്തവർക്ക്. അതുകൊണ്ട് അവർക്ക് യാത്ര, നമുക്ക് വരെ അവർക്ക് പൈസ കൊടുത്ത കാര്യമൊന്നുമില്ല. നമ്മുടെ ബസ്സിൽ ഒരുപാട് സീറ്റ് ഒഴിഞ്ഞിടക്കാം. ഞാൻ ഇതിന്റെ എല്ലാ കണക്കെല്ലാം നോക്കുന്നവരാണ്. 2 സീറ്റ് ഒരു ബസ്സിൽ ഒരു ദിവസം പോയത് കൊണ്ട് നമുക്കൊന്നും സംഭവിക്കാൻ. അതുകൊണ്ടാണ് കേരളത്തിൽ എവിടെ നിന്ന്, കോഴിക്കോടുള്ള ഒരാള് ഉദാഹരണം പറയാം, മൂവാറ്റുപുഴ വന്ന് താമസിക്കാൻ മകളോടൊപ്പം എറണാകുളത്ത് ലേക്ക് ഷോറിലാണ് അവർക്ക് ചികിത്സിക്കേണ്ടത്. പ്രൈവറ്റോ ഗവൺമെന്റോ ഒന്നും നോക്കുന്നില്ല. സൂപ്പർ ഫാസ്റ്റ് മുതൽ താഴോട്ടുള്ള വണ്ടികൾ അവർക്ക് കൺസെഷൻ അനുവദിക്കുകയാണ്. അത് അനുവദിക്കുന്നത് ഇത് നിങ്ങൾ മനസ്സിലാക്കണം, ഗണേഷ് കുമാറിന്റെ ഔദാര്യമല്ല, ഗവൺമെന്റിന്. ഇത് KSRTC ജീവനക്കാരായ നിങ്ങൾ ഈ സമൂഹത്തിലെ ക്യാൻസർ രോഗികൾക്ക് നൽകുന്ന സമ്മാനമായിട്ട് ഞാൻ പറയണം. നിങ്ങളതാണ്. കാരണം നിങ്ങളെ ഒരു വലിയ നേട്ടം കൈവരിക്കാൻ കേരളത്തിലെ ജനങ്ങൾ നമ്മളെ സഹായിച്ചു. KSRTC മുന്നോട്ട് വളർന്ന കാലം ജനങ്ങൾ നമുക്ക് പിന്തുണ തരുന്നു. ആ ജനങ്ങളോട് നമുക്കൊരു പ്രതിബദ്ധതയുണ്ട്. ഓസിന് സാധാരണ ഒരു കൺസെഷൻ ഒരു മന്ത്രി പ്രഖ്യാപിക്കുമ്പോൾ സർക്കാരിന്റെ കാര്യം എടുത്തടിച്ചേക്കാൻ തേങ്ങ എന്നല്ല, ഇതിനെനിക്കൊരു കണക്കൂട്ടലുണ്ട്. ഇത് രോഗികൾ ആവശ്യത്തിനല്ലാതെ ഉപയോഗിക്കില്ല. അവരെ ആ യാത്രയ്ക്ക് ഉപയോഗിക്കും. അല്ലാതെ ഉപയോഗിച്ചാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻവാലിഡ് ആവും. അതതിനകത്ത് പറഞ്ഞു. ഇത് നമ്മൾ വേറെ കാര്യം കൂടി ചെയ്യുന്നുണ്ട്. നിങ്ങളാണ് ചെയ്യുന്ന പറയാൻ കാര്യം, ഈ സാധനം അടിക്കുന്നത് തിരുവനന്തപുരത്താണ്. അപേക്ഷ ഓൺലൈനിലാണ്. ഒരാളും ഒരു ഓഫീസിൽ കയറി ഇറങ്ങണ്ട. ഡോക്ടറെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് അപ്ലോഡ് ചെയ്യുക. ഇവിടെ നിന്ന് ഈ സാധനം അടിച്ചതിന് ശേഷം ഇപ്പൊ കൊട്ടാരക്കരയാണെങ്കിൽ കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിലേക്ക് നമ്മൾ കൊറിയർ വഴി സൗജന്യമായി അവിടെ നിന്ന് ഏതെങ്കിലും ഒരു സന്മനസ്സുള്ള ജീവനക്കാരനോ ജീവനക്കാരിയോ ഈ പേഷ്യന്റിന്റെ അഡ്രസ് കണ്ടെത്തി അവരെ വീട്ടിൽ കൊണ്ടുകൊടുത്ത് കൈപ്പറ്റിയിരിക്കുന്നു എന്ന രസീത് ഒപ്പിട്ട് മാറ്റി തിരിച്ചു. ഏത് അവരെ ചെലവില്ല. അതായത് വീട്ടിൽ പോകുന്ന വഴിക്ക്, ഞാൻ എന്റെ വീട്ടിൽ പോകുന്ന വഴിക്ക് ബൈക്കിൽ പോകുമ്പോൾ ആ വീട് കണ്ടെത്തി അവിടെ നിന്ന് നിർത്തി അവിടെ ഉള്ള ഒരാള്. അത് KSRTC ജീവനക്കാരുടെ സന്മനസ്സാണ്. ജീവനക്കാർ ഇത് ചെയ്യും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് പറയാം, അല്ലാതെ നിങ്ങൾ കൊണ്ടുകൊടുക്കാൻ 100 തരാന്നല്ല പറഞ്ഞാൽ ഫ്രീ ആയിട്ട് നമ്മളെ ജീവനക്കാരെ എനിക്കറിയാം. അതിന് മനസ്സുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവിടെ എത്തിക്കും, വീട്ടിൽ കൊണ്ടുകൊടുക്കും. വീട്ടിൽ കൊണ്ടുകൊടുത്ത് നോക്കണം. അവരൊരിക്കലും അവരെ ബുദ്ധിമുട്ടിക്കില്ല. ഇപ്പൊ അതിനകത്ത് ഞാൻ നോയത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എറണാകുളത്ത് ഇറങ്ങിയിട്ട് ലേക്ക് ഷോറിലേക്കാണ് കോണ്ടാക്ട്, അങ്ങോട്ട് പഞ്ച് ചെയ്ത് പോകാനാണ് സംവിധാനം ചെയ്തു കൊടുക്കുന്നത്. ഇപ്പൊ സ്കൂളിൽ നമ്മള് കൺസെഷൻ കൊടുക്കുന്നത്, കുട്ടികളെ കൺസെഷൻ കൊടുക്കുന്ന ഒരു ബസ് ഇറങ്ങി വേറെ സ്ഥലത്തേക്ക് സ്കൂളിൽ പോകാൻ കൊടുക്കുന്ന പോലെ അവർക്ക് അത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നമ്മൾ ചെയ്യുന്ന ഒരു ജീവകാരുണ്യം. ഇതൊരു പാസല്ല, ഇതൊരു ഓസല്ല, ഇതൊരു ഔദാര്യമല്ല. ഇത് നമ്മൾ ചെയ്യുന്ന KSRTC അതിന്റെ മികവിനോടൊപ്പം അത് ചെയ്യുന്നത് ജീവകാരുണ്യ പ്രവർത്തനമായിരുന്നു. അല്ല നമ്മൾ ഇതുകൊണ്ട് എത്ര പൈസ പോകുന്നു നിങ്ങൾ കണക്കാക്കി. ഇപ്പൊ കമ്പ്യൂട്ടർ ആയതുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായ കണക്ക് കിട്ടും.